നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ എല്ലാവർക്കും വന്ദനമറിയിക്കുന്നു. ഈ ദിവസവും ദൈവം നമുക്ക് അനുഗ്രഹത്തോടെ തന്നല്ലോ. അതിനായി കർത്താവിന് സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കാം. ദൈവം നൽകുന്ന ദാനങ്ങൾ എത്ര ശ്രേഷ്ഠമാണ്. ക്ഷണികമായ നശ്വരമായ ഈ ജീവിത യാത്രയിൽ ദൈവം നമുക്ക് തരുന്ന ഓരോ ദിവസവും വിലപ്പെട്ടതാണെന്ന് അറിഞ്ഞുകൊണ്ട് അവയെ കൃത്യമായും വിശ്വസ്തമായും ദൈവത്തിനു വേണ്ടി ചിലവഴിക്കുവാൻ ദൈവം നമുക്ക് കൃപയും നന്മയും നൽകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഇന്ന് ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാമത് വാക്യമാണ്. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഫോളോ ആഫ്റ്റർ പീസ് വിത്ത് ഓൾ മെൻ ആൻഡ് ദ സാങ്ക്ടിഫിക്കേഷൻ വിതൗട്ട് വിച്ച് നോ മാൻ ഷാൽ സീ ദ ലോർഡ്. അനുഗ്രഹമുള്ള ഈ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. എബ്രായ ലേഖനം പൊതുവെ നാമധേയമായ യഹൂദ ആരാധനകളെ വിട്ട് ക്രിസ്തീയതയിലേക്ക് തിരിഞ്ഞു വന്ന ആളുകൾക്ക് വിശ്വാസത്തിൻ്റെയും ദൈവകൃപയുടെയും അനുഭവങ്ങൾ കൃത്യമായി പകർന്നു കൊടുക്കുന്നതിന് എഴുതിയ ലേഖനമാണ്. ആ ലേഖനത്തിൽ യേശു ക്രിസ്തു ശ്രേഷ്ഠൻ, ജീസസ് ഈസ് ഗ്രേറ്റർ ദാൻ എനി അതർ ക്യാരക്ടേഴ്സ് ഓഫ് ദ ബൈബിൾ. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏത് വ്യക്തിയെക്കാളും സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ സകല നാമത്തിനും മേലായ നാമം ധരിച്ച യേശു മാത്രമാണ് എന്ന് പറയുന്ന ശ്രേഷ്ഠനായ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഈ അനുഗ്രഹമുള്ള ലേഖനത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് നൽകുന്ന പ്രബോധനം, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. കർത്താവിനെ കാണുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഏതൊരു ക്രിസ്തീയ വിശ്വാസിയുടെയും മുമ്പിലുള്ളത്. കർത്താവ് പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോകുന്നു. ദൂതന്മാർ പറഞ്ഞു, കരേറിപ്പോകുന്ന ക്രിസ്തു നിങ്ങൾ പോകുന്നവനായി കണ്ടതുപോലെ തന്നെ തിരികെ വരും. കർത്താവിനെ താൻ ആയിരിക്കുന്നത് പോലെ കാണുവാൻ കഴിയുന്ന ജീവിതാനുഭവത്തിന് വേണ്ടി നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ ഓട്ടത്തിലാണ് നാം. 12-ന്റെ-1 പറയുന്നു, നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം വെറുതെ എങ്ങോട്ടോ ഓടുന്നവരായിട്ടല്ല, മറിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് ഓടുകയാണ്. എന്താണ് ആ ലക്ഷ്യം? നമുക്ക് വേണ്ടി ജീവൻ നൽകിയ യേശു ക്രിസ്തുവിനെ കാണുക. മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടത്തിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അതാണ്. നമ്മുടെ കൂടെ ഓടുന്ന ധാരാളം ആളുകളുണ്ട്, ചുറ്റും നിൽക്കുന്ന സാക്ഷികളുണ്ട്. ഓട്ടത്തിൻ്റെ ലാസ്റ്റ് എൻഡ് എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഇരിക്കുന്നിടമായ സ്വർഗമാണ്. അവിടെ നമ്മുടെ ഓട്ടം പൂർത്തീകരിച്ചും കർത്താവിനെ കണ്ടും സന്തോഷത്തോടെ നാം ജീവിക്കണമെങ്കിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ഉത്സാഹത്തോടെ പ്രവർത്തിക്കേണ്ട ഒന്നതാണ് എല്ലാവരോടും സമാധാനം ആചരിക്കുക. അത് നടക്കുമോ? എല്ലാവരും ഒരേ സ്വഭാവക്കാരല്ലല്ലോ എന്ന ചിന്ത നമ്മുടെ മുമ്പിൽ വന്നാൽ ഏത് സ്വഭാവക്കാരനോടും ക്രിസ്ത്യാനിക്ക് ക്രിസ്തീയതയുടെ സ്വഭാവമാണ് വേണ്ടത്. അത് മതിദാനം. ഏത് സ്വഭാവക്കാരനോടും യേശുക്രിസ്തുവിൻ്റെ മനസ്സും യേശുക്രിസ്തുവിൻ്റെ രീതിയും അവലംബിച്ചാൽ ആത്യന്തിക വിജയം ആ വ്യക്തിക്കുള്ളതായിരിക്കും. മറ്റേത് ഉയർച്ചകളും ഏത് വല്ലായ്മകളും താളടിയാകും. ഏത് അനാത്മിക പ്രവണതകളും ഇല്ലാതെയാകും. ആത്മീകതയിൽ, കൃപയിൽ കർത്താവിൻ്റെ മനസ്സോടെ ജീവിക്കാമോ? അതിനായി ഉത്സാഹിക്കാമോ? സമാധാനത്തോടും ദൈവകൃപയോടും കൂടെ നമുക്ക് ജീവിക്കാം. ഇനി ആ വക ശുദ്ധീകരണം കൂടാതെയാണോ നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്? നിങ്ങൾ പലതും ഇവിടെ കാണും. നന്മകൾ കാണും, വീട് കാണും, കാറ് കാണും, ചിലപ്പോൾ പ്രാർത്ഥനയുടെ മറുപടികൾ കണ്ടേക്കാം. പക്ഷേ ശുദ്ധീകരണം കൂടാതെ കർത്താവിനെ കാണുകയില്ല. അതാണെൻ്റെ ലക്ഷ്യം. അതാണൊരു ക്രിസ്ത്യാനിയുടെ ഓട്ടത്തിൻ്റെ ഒടുവിൽ നിൽക്കുന്ന ആത്യന്തിക ലക്ഷ്യം. അതാണ് എന്നതുകൊണ്ട് കർത്താവിനെ കാണണമോ? യേശു ക്രിസ്തുവിലൂടെയുള്ള ശുദ്ധീകരണം പ്രാപിച്ച് അവൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരായി സകല മനുഷ്യരോടും എല്ലാവരോടും സമാധാനമാചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം.
ഫോളോ ആഫ്റ്റർ പീസ് വിത്ത് ഓൾ മെൻ. എല്ലാവരോടും സമാധാനത്തോടുകൂടി ഇരിക്കുക. കയർത്ത് സംസാരിക്കുന്നവർ കാണും, കോപത്തോടെ ഇടപെടുന്നവർ കാണും, പരസ്പരം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നവർ കാണും. പക്ഷേ പ്രാർത്ഥനയോടെ ദൈവകൃപയോടെ അവരോടും സമാധാനമായി വർദ്ധിക്കുവാൻ സാധിച്ചാൽ അത് എൻ്റെ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമാണ്. ആ ശുദ്ധീകരണത്തിൽ നിലനിന്നാൽ കർത്താവിനെ കാണാം സഹോദരങ്ങളെ, ഇന്നും കർത്താവിനെ കാണാം. അതെ, അത്ര പ്രായോഗികമല്ല എന്ന് തോന്നുന്ന ഒരു ഉപദേശമാണ് അതിലുള്ളതെങ്കിലും എല്ലാവരോടും സമാധാനമാചരിച്ച് ആത്മാവിലും ശരീരത്തിലും ശുദ്ധീകരണത്തോടെ ജീവിച്ചാൽ നമ്മുടെ ഓട്ടത്തിൻ്റെ ഒടുവിൽ നമുക്ക് കർത്താവിനെ കാണാം. അല്ലെങ്കിലോ വല്ലാത്ത അന്ത്യങ്ങളിൽ നിത്യതയുടെ ആ ദീർഘവർഷങ്ങൾ കർത്താവിനെ കാണാതെയുള്ള ജീവിതം ഭയാനകമാണ്. അതുകൊണ്ട് ഈ ജീവിക്കുന്ന ആയുസ്സിൽ ദൈവം നമുക്ക് തന്ന നാളുകളിൽ വിശ്വസ്തമായി സമാധാനത്തോടും ദൈവകൃപയോടും ഒരു ക്രിസ്തീയ മനസ്സാക്ഷിയുടെയും മനോഭാവത്തിൻ്റെ ഉടമകളായി ശുദ്ധീകരണത്തോടെ നമുക്ക് കർത്താവിനായി കാത്തിരിക്കാം. ഈ ദിവസം ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ജീവിതത്തിൻ്റെ ഈ ഓട്ടക്കളത്തിൽ കർത്താവിനെ കാണാനായി ഓടുമ്പോൾ ശുദ്ധീകരണം പ്രാപിപ്പാനും എല്ലാവരോടും സമാധാനമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ശുദ്ധീകരണത്താൽ, സമാധാനത്താൽ, ദൈവകൃപയാൽ ഈ ഓട്ടത്തിൻ്റെ ഒടുവിൽ ഞങ്ങൾക്ക് അങ്ങയെ കാണാമെന്ന് പ്രതീക്ഷയോടുകൂടെ ഇന്നും വചനപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ഒരു വിശേഷ അനുഗ്രഹം എല്ലാവരുടെ മേലും പകരണം. കർത്താവായ യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു.